വോട്ടെടുപ്പ് നടത്തിപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്രിമം നടത്തുന്നുവെന്ന ആരോപണവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ബിജെപിയുമായി ചേർന്ന് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്നും വോട്ട് മോഷണം നടന്നെന്നും രാഹുൽ ആരോപിച്ചു. തെളിവുകൾ നിരത്തിയായിരുന്നു രാഹുലിന്റെ വാർത്താസമ്മേളനം. ഡൽഹിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത്. വോട്ട് മോഷണം എന്ന പേരിൽ പ്രസന്റേഷൻ കാണിച്ചുകൊണ്ടായിരുന്നു രാഹുലിന്റെ വാർത്താസമ്മേളനം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപിയുമായി ചേർന്ന് വോട്ട് മോഷ്ടിക്കുന്നു. മഹാരാഷ്ട്രയിൽ 40 ലക്ഷം ദുരൂഹ വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. 5 മണി കഴിഞ്ഞപ്പോൾ മഹാരാഷ്ട്രയിൽ പലയിടത്തും പോളിംഗ് കുതിച്ചുയർന്നു. രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നശിപ്പിച്ചു. CCTV ദൃശ്യങ്ങൾ ലഭിക്കാതിരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമങ്ങൾ മാറ്റിയെന്നും CCTV ദൃശ്യങ്ങൾ 45 ദിവസം കഴിയുമ്പോൾ നശിപ്പിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതായും രാഹുൽ ഗാന്ധി പറഞ്ഞു. मगर इलेक्शन कमीशन 45 दिन में CCTV को खत्म करना चाह रहा है, वोटर लिस्ट नहीं दे रहा है. तो दे आर colluding with the BJP. They are helping the BJP destroy the election system in India. കർണാടകയിലും തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഒരാൾക്ക് ഒരു വോട്ട് എന്നതാണ് ഭരണഘടനാപരമായ അവകാശം. ഒരു ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ ആകെയുള്ള 6.5 ലക്ഷം വോട്ടർമാരിൽ 1.5 ലക്ഷം പേരും വ്യാജന്മാരാണെന്ന് കണ്ടെത്തി. तो आप वोटर लिस्ट लगाइए, आप मैन्युअली कीजिए, ईवीएम कीजिए, उससे कोई फर्क नहीं पड़ेगा. हमने आपको दिखाया 1 लाख फेक वोटर एक असेंबली में. We are saying that there is the integrity of the election system in India is gone. This, what has happened in Mahadevapura, is the destruction of democracy. And there are the groups of people who are doing it. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിജെപി സർക്കാർ ഉണ്ടാക്കിയത് ഈ തട്ടിപ്പിലൂടെ നേടിയ സീറ്റുകൾ ഉപയോഗിച്ചാണ്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു സീറ്റ് പോലും ലഭിക്കുന്നില്ല. ഇത് അത്ഭുതകരമാണെന്നും രാഹുൽ വ്യക്തമാക്കി. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് ഫലമാണ് പലയിടത്തും ഉണ്ടാകുന്നത്. ഹരിയാന തെരഞ്ഞെടുപ്പിൽ അത് കണ്ടതാണ്. ഇതെല്ലാം സംശയങ്ങൾ സൃഷ്ടിക്കുന്നു. ബിജെപിക്ക് ഒരു സ്ഥലത്തും ഭരണവിരുദ്ധ വികാരം അനുഭവിക്കേണ്ടി വരുന്നില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.